ഹൈപ്പിലെത്തിയ ബാന്ദ്രയും തങ്കമണിയും ഒക്കെ തിയേറ്ററിൽ നേട്ടമുണ്ടാക്കാതെ പോയ ശേഷം വീണ്ടും ഒരു ദിലീപ് ചിത്രം തിയേറ്ററുകളിൽ എത്തുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായുള്ള ദിലീപിന്റെ ചിത്രങ്ങളൊന്നും പ്രേക്ഷക പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതുകൊണ്ട് തന്നെ പവി കെയർടേക്കർ എന്ന ചിത്രത്തിനും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നതോടെ ആ അഭിപ്രായത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പഴയ ദിലീപ് ചിത്രത്തിലേക്കുള്ള ഒരു മടങ്ങിപ്പോക്കാവാം ഇതെന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. കുടുംബ പശ്ചാത്തലത്തിൽ വരുന്ന കോമഡി ചിത്രങ്ങൾ എക്കാലത്തും മലയാളത്തിൽ വിജയിച്ചിട്ടുണ്ട്. അത് കോമാളിത്തരങ്ങളിലേക്ക് പോകാതെ നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ കടമ്പ. അടുത്തിടെ പരാജയപ്പെട്ട ചില ദിലീപ് ചിത്രങ്ങൾക്ക് സംഭവിച്ചതും ഇതൊക്കെ തന്നെയാണ്. എന്നാൽ പവി കെയർടേക്കറിലേക്ക് എത്തുമ്പോൾ സിറ്റുവേഷൻ കോമഡികളാണ് കൂടുതൽ എന്ന തോന്നലാണ് നൽകുന്നത്. ആവർത്തന വിരസതയില്ലാത്ത പല സന്ദർഭങ്ങളും രസകരമായ രംഗങ്ങളും 2 മിനിറ്റും 35 സെക്കൻഡും ദൈർഘ്യമുള്ള ട്രെയിലറിൽ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ദിലീപിനെ കൂടാതെ ജോണി ആന്റണി, രാധിക ശരത് കുമാർ എന്നിവർ സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. 5 പുതുമുഖ നായികമാരാണ് ചിത്രത്തിൽ ഉള്ളത് എന്നതാണ് മറ്റൊരു ഹൈലൈറ്റ്. ജൂഹി ജയകുമാർ, ശ്രേയ രുക്മിണി, റോസ്മിൻ, സ്വാതി, ദിലീന രാമകൃഷ്ണൻ എന്നിവരാണ് നായികമാരായി എത്തുന്നത്. പൂച്ചക്കണ്ണൻ വിനീത് എന്ന് മലയാളികൾ ഇഷ്ടത്തോടെ വിളിച്ച വിനീത് കുമാർ സംവിധാനം ചെയ്യുന്ന 3ാമത്തെ ചിത്രമാണ് പവി കെയർടേക്കർ. അയാൾ ഞാനല്ല, ഡിയർ ഫ്രണ്ട് എന്നീ ചിത്രങ്ങൾ സമ്മിശ്ര പ്രതികരണങ്ങൾ നേടിയെങ്കിലും വലിയ വിജയമായിരുന്നില്ല. ആ ജോണറിൽ നിന്നെല്ലാം മാറി ഒരു കോമഡി മൂഡിൽ കുടുംബചിത്രം വിനീത് കുമാർ ഒരുക്കുന്നത് ആദ്യമായിട്ടാണ്. മുൻ ചിത്രങ്ങളിലെ പാകപ്പിഴകൾ പരിഹരിച്ചുകൊണ്ടുള്ള മികച്ച ഒരു എന്റർടൈൻമെന്റ് സിനിമയായിരിക്കും ഇതെന്നാണ് ട്രെയിലർ ഉറപ്പ് നൽകുന്നതെന്ന് ആരാധകർ കമന്റ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്ളാറ്റിലെ കെയർടേക്കറിന്റെ ജീവിതവും പ്രണയവുമാണ് ഈ സിനിമ പറയുന്നത്. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കഥയൊഴുക്കുന്ന ചിത്രം കൂടിയാണ് പവി കെയർടേക്കർ. കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ച മിഥുൻ മുകുന്ദനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ. 10ഓളം സിനിമകളുടെ തുടർ പരാജയങ്ങൾക്ക് ശേഷമാണ് വലിയ പ്രതീക്ഷയോടെ ഒരു ദിലീപ് ചിത്രം കൂടി വരുന്നത്. ഈ സിനിമകളിൽ വോയിസ് ഓഫ് സത്യനാഥനാണ് കുറച്ചെങ്കിലും നാൾ തിയേറ്ററുകളിൽ ഓടി ലാഭം കൊയ്തത്. തങ്കമണിക്കും ബാന്ദ്രയ്ക്കും ഒക്കെ കൊടുത്ത വൻ ഹൈപ്പ് ഈ ചിത്രത്തിന് അണിയറ പ്രവർത്തകർ നൽകിയിട്ടില്ല. 2017 റിലീസ് ചെയ്ത രാമലീലയ്ക്ക് ശേഷം ദിലീപിന്റെ കരിയറിൽ ഒരു വലിയ ബോക്സ് ഓഫീസ് ഹിറ്റ് ഉണ്ടായിട്ടേയില്ല. കമ്മാര സംഭവം, ശുഭരാത്രി, ജാക്ക് ഡാനിയൽ, മൈസാൻഡ, കേശു ഈ വീടിന്റെ നാഥൻ, തട്ടാശ്ശേരി കൂട്ടം, വോയിസ് ഓഫ് സത്യനാഥൻ തുടങ്ങിയ സിനിമകളെല്ലാം ആക്ഷനും കോമഡിയും ത്രില്ലറും ഒക്കെ പരീക്ഷിച്ചുവെങ്കിലും അതിനൊന്നും പ്രേക്ഷകരിലെ ഇഷ്ടപ്പെട്ട പഴയ ദിലീപിനെ എത്തിക്കാൻ സാധിച്ചിട്ടില്ല. ചിത്രങ്ങളും അത്രത്തോളം ഉയർന്നിട്ടില്ല. ഏപ്രിൽ 26-ന് ഈ പരാജയങ്ങൾക്കെല്ലാമുള്ള മറുപടി പവി കെയർടേക്കർ നൽകുമെന്ന് ചില ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. റിപ്പീറ്റ് വാച്ചിങ് വാല്യൂള്ള നിരവധി ചിത്രങ്ങൾ ചെയ്ത ദിലീപിന്റെ ഒരു തിരിച്ചുവരവായിരിക്കുമോ ഈ സിനിമയെന്ന് കാത്തിരുന്നു കാണാം.